ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട്. അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഒന്നാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 19 സഭ പിരിഞ്ഞ അന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് MP-മാർ പ്രതികരിച്ചിരുന്നത്. അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാങ്കത്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ സാങ്കത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ, ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുണ്ടല്ലോ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു. പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ DMK അതുപോലെ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അവരത് ലീഡറല്ല, ഡെപ്യൂട്ടി ലീഡറല്ല, ചീഫ് വിപ്പല്ല, എന്തിനേറെ MK രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട്. അവരാരും പോയില്ലല്ലോ. KC വേണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ? കുടുംബത്തിന്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട്, ഗവൺമെന്റിനോടൊപ്പമാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ? പാർലമെന്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ. ചീഫ് വിപ്പാണോ? പാർലമെന്ററി പാർട്ടിയുടെ ഖജാൻജിയാണോ? ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ കൈയാളാത്ത പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയി? ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട DMKയുടെ, അതായത് TR ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കൾ പോയില്ല? എന്തുകൊണ്ട് അഖിലേഷ് പോയില്ല? എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു? എന്തുകൊണ്ട് TMC ബഹിഷ്കരിച്ചു? സമാജ്വാദി പാർട്ടിയുടെ ആൾ അവിടെ പോയി അതേ തിരിച്ചറിഞ്ഞു ഇറങ്ങി. അതായത് ഇവരെ പോലും വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത്? എന്തുകൊണ്ടാണ് ഈ സഭ പിരിഞ്ഞ അന്ന് തന്നെ, അത് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത അന്ന് തന്നെ ഇടതുപക്ഷ ഈ ഒരു എതിർപ്പ് പ്രകടമാക്കാതിരുന്നു? ഇന്നിപ്പോ സഭ പിരിഞ്ഞ് മൂന്നാമത്തെ ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കേരളത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവവാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതി എന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നതാണ്. അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്. ഞാൻ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പല നേതാക്കന്മാരോടും പറഞ്ഞു, ഇത് ചെയ്ത് വലിയ അതിക്രമമാണ്. എന്താ കാരണം? ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് തേയില സൽക്കാരം ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ്? SIR-നെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം ഇതുപോലുള്ള ഒരു മാരണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി? മാത്രമല്ല, അവിടെ നടത്തിയ സംഭാഷണം എന്താണ്? അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെ കുറിച്ച് പൂഴ്ത്തി പറയുക പ്രിയങ്ക ഗാന്ധി. തിരിച്ച് വയനാട് എന്ത് സംഭവിക്കുന്നു? ഉടനെ വയനാടെല്ലാം ഭംഗി. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി 5 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? അതുപോലും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണോ യഥാർത്ഥത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രതികരിക്കേണ്ടത്? ഇന്ത്യയിലെ പാവപ്പെട്ടവർ തെരുവിലേക്ക് പോവുകയാണ്. ഇതുപോലുള്ള നിയമം, ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഒരു 15 ദിവസത്തേക്കെങ്കിലും സെലക്ട് കമ്മിറ്റിക്ക് വിടണം ആ ബില്ല്. 15 ദിവസത്തേക്ക്. ഇന്ത്യയുടെ ശരത്തെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എത്രയോ കാലമായിട്ട് പാർലമെന്റ് കവർ ചെയ്യുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം, അത് ഇത്രത്തോളം പ്രത്യേകാതമുള്ള ബില്ല് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വഴങ്ങിയ ഒരു ചരിത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. അത് രാജീവ് ഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാരുടെ ചെയ്തികൾ എനിക്കറിയാം. എന്തിനാ ബൊഫേഴ്സ് കുംഭകോണം, സ്വന്തം പ്രതിയായിരുന്ന പ്രതിക്കൂട്ടിൽ നിന്ന ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമുള്ള ഈ രാജ്യത്ത് ഒരു ബില്ല് ഏകപക്ഷീയമായിട്ട്, അതും മഹാത്മാഗാന്ധിയുടെ 2ാമത്തെ വധത്തിന് കുറിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നു. 50 കോടിയോളം ജനങ്ങളെ തെരുവിലേക്കാക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ്, പുലർവേളയിലാണ് ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയെന്ന് വിചാരിക്കുക,
മണിക്കൂറുകൾ, ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കാം. ഇതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ ഉയർത്തി ഞങ്ങൾ ബഹിഷ്കരിച്ചതാണെന്ന് മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.